ശ്രദ്ധിക്കുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ നിത്യ നരക അഗ്നിക്ക് യോഗ്യനായിത്തീരും. ഏത് വേണം? തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ. ആരും നിങ്ങളെ കമ്പൽ ചെയ്യുന്നില്ല. ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഞാൻ മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ ഞാൻ അവരെന്നോടും കൂടി അത്താഴം കളിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവൻ ശാന്തമായി നിന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. സ്നാനപ്പെടുകയും സ്നാനപ്പെട്ടിട്ട് വിശ്വസിക്കുക എന്ന വചനമായിരുന്നുവെങ്കിൽ സ്ഥിരമായി ഞാൻ പറയട്ടെ, ശിശുക്കളെ മുക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ വചനം എപ്രകാരം പറയുന്നുവോ അതനുസരിക്കുന്നവർക്ക് അത്ര ഇവിടെ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്ക്, പ്രൈസ് ദി ലോർഡ്. വേറെ ഏത് ഭാഷയിലുള്ള ബൈബിൾ നോക്കിക്കോ, ഇതിങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒന്ന്, നീ വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കണം. അവൻ എനിക്ക് വേണ്ടി ജന്മമെടുത്തു എന്ന് വിശ്വസിക്കണം. അവൻ എനിക്ക് വേണ്ടി ജീവിച്ചു എന്ന് വിശ്വസിക്കണം. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അവൻ 3-ാം ദിവസം എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിത്യരാജ്യത്തിൽ എനിക്കും നിനക്കും വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നീ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് സ്നാനം ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തവും സ്പഷ്ടവുമായി ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രികാലം ആലോചന അറിയിക്കുകയാണ്. വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. ഹല്ലേലൂയ. ശിശുവിന് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, യേശു രക്ഷിതാവെന്ന് ഒരു ശിശുവിന് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, അവൻ വായ് കൊണ്ട് ഏറ്റുപറയുവാൻ കഴിയുമെങ്കിൽ, അവനെ സ്ഥാനപ്പെടുന്നതിനൊരു കാരണം അവന് പ്രശ്നവുമില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നീ മന്ദബുദ്ധിയാണെങ്കിൽ ദൈവമക്കളോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പഷ്ടവുമായി അവൻ ഹൃദയത്തിന്റെ വാതിക്കൽ നിടിക്കുന്നത് കൊണ്ട് മകൾക്കാലം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ ഒരു മന്ദബുദ്ധിയാണെങ്കിൽ പ്രിയതയോഹിതരെ, നീ മുതിർന്ന സ്നാനവും കഴിക്കണ്ട, നീ ശിശുസ്നാനവും കഴിക്കണ്ട. വിശ്വസിക്കുവാൻ കഴിവുള്ളവർ, യേശു സ്വന്തം രക്ഷിതാവെന്ന് അവൻ മാത്രം ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ദൈവത്തെ അടുപ്പിക്കുന്ന ഒരേ ഒരു ഒരു മധ്യസ്ഥനെന്ന് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. അപ്പൊ ആർക്കാണ് സ്നാനം കൊടുക്കേണ്ടത്? വിശ്വസിക്കുന്നവർക്ക്. ഹല്ലേലൂയ. മറക്കരുത്, യേശുവിനെ വിശ്വസിക്കുന്നവർക്ക്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട് വളരെ സ്പഷ്ടമായി അറിയട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം മറക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. ആക്ട് ചാപ്റ്റർ 2 verse 38. നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത് വ്യക്തമായി എഴുതിയിരിക്കുന്നു, മാനസാന്തരം വന്നവർ വേണം സ്നാനപ്പെടുവാൻ. ഹല്ലേലൂയ. മാനസാന്തരം വന്നവർ വേണം സ്നാനപ്പെടുവാൻ. എന്താണ് മാനസാന്തരം എന്ന് നിങ്ങൾ അറിയണം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നോർമലായ ഒരു മാനസാന്തരം എന്താ? ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു അന്തരം വന്നു കഴിഞ്ഞാൽ, സ്ഥിരമായി ഞാൻ ഹല്ലേലൂയ സിനിമ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സ്ഥിരമായി ഞാൻ ഒരു മ്ലേച്ഛത പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സ്ഥിരമായി ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ആ സിഗരറ്റിനെ മാറ്റി കഴിയുമ്പോൾ ഒരു മാനസാന്തരം വന്നു കഴിഞ്ഞു. ആ സിഗരറ്റിനോടുള്ള ഒരു ആ മ്ലേച്ഛതയോടുള്ള ഒരു മാനസാന്തരം. എന്നാൽ വചനം പറഞ്ഞിരിക്കുന്ന മാനസാന്തരം എന്തെന്നറിയാമോ? പരിശുദ്ധനായ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ നീ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ള സകലത്തിനെയും ചപ്പെന്നും ചവർന്നു വരുവാനുള്ള ഒരു ദൈവിക കൃപ നിന്റെ മേൽ വെളിപ്പെട്ട് വരുവാനിടയാകും. അപ്പോൾ പാപം എന്തോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ ഇറങ്ങി വരുവാനിടയാകും. അപ്പോൾ പാപം എന്താ എന്ന്, നല്ലതെന്താ എന്ന്, ദൈവിക കൃപ എന്താ എന്ന് നിനക്ക് ഉപദേശിച്ചു തരുവാൻ ഒരു പാസ്റ്റർ നിന്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല, ഒരു അച്ഛൻ നിന്റെ അടുത്ത് വരേണ്ടതായ ആവശ്യമില്ല. ദൈവത്തിന് പരിശുദ്ധാത്മാവ് സകലവും നീതിയും ഉചിതവുമായി നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അതാ ഒരു മനുഷ്യന് വിജയത്തിലേക്ക് അവനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, ആർക്കാണ് സ്നാനം കൊടുക്കേണ്ടത്? വിശ്വസിക്കുന്നവർക്ക് സ്നാനം കൊടുക്കണം. 2, വിശ്വസിച്ചാൽ മാത്രം പോരാ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിന് രക്ഷിതാവെന്ന് ഏറ്റുപറയുവാനും, വായ് കൊണ്ട് ഏറ്റുപറയുവാനും, ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളുവാനും, തുടർന്ന് ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്നവർക്ക് വേണം സ്നാനം കൊടുക്കാനെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. മത്തായി 28-ാം അധ്യായത്തിലേക്കും കടന്നു വരാം. മാത്യു ചാപ്റ്റർ 28 verse 18 to 20. ഹല്ലേലൂയ. മത്തായി 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്നു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും
കൊണ്ട് സകല ജാതികളെയും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ലോകത്തിന്റെ അന്ത്യ അവസാന ഘട്ടം വരെയും കടന്നു ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പോകണം. ഹല്ലേലൂയ. ദൈവാത്മാവ് നിന്നെ നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളൊക്കെ നീ കടന്നു. അപ്പൊ ശിഷ്യരാകാൻ പോകുന്നവർക്കാണ് ബാപ്റ്റിസം കൊടുക്കേണ്ടതെന്ന്. ആമീൻ. വചനപ്രകാരമുള്ള സ്നാനം സഭ പഠിപ്പിക്കുന്ന ഒരു സ്നാനമല്ല, വചനത്തിലുള്ള സ്നാനം കൊടുക്കേണ്ടത് ശിഷ്യരാകാൻ പോകുന്നവർക്കാണെന്ന് വളരെ വചനം വ്യക്തമായി പറയുകയാണ്. ഒന്നുകൂടെ വായിച്ചോട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ഒരു മൂന്നാമത് ഒരു വ്യക്തിക്ക് കൊടുത്തെന്നല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. വിശുദ്ധനെന്ന് ഈ ലോകം പറയുന്നതായ അല്ലെ പുണ്യവാളൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കല്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ ആമീൻ വേറെ ആർക്കുമല്ല ദൈവം കൊടുത്തിരിക്കുന്നത് എൻ്റെ യേശുവിന്റെ കരങ്ങളിലാണ്. മറ്റാരിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമം ഇല്ല. അത് ഒരേ ഒരു നാമമാ, അത് യേശുവിന്റെ നാമമാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ തുള്ളിച്ചാടണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുകയാ. അപ്രകാരമുള്ള ദൈവിക കൃപ, ഹല്ലേലൂയ, ശക്തി ഈ സമയം സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിന് ഉച്ച മുതൽ ഉള്ളംകാലം വരെയും ഞാൻ അനുഭവിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇത് കേൾക്കുന്ന നിന്റെ ഹൃദയത്തിനകത്ത് വലിയ രൂപാന്തരം ഇപ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വായിച്ചാട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. ആർക്കാണ് സ്നാനം? ശിഷ്യനാകാൻ പോകുന്നവർക്കാണ് സ്നാനം. എന്തിനാണ് സ്നാനമെന്നും എപ്പോഴാണ് സ്നാനമെന്നും തുറന്നുള്ളതായ സമയങ്ങളിൽ ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നു ശിഷ്യരാകുവാൻ പോകുന്നവർ സ്നാനപ്പെടണം. ഗലാത്യരിലേക്ക് വീണ്ടും കടന്നു വരാം. ഗലാത്യ ലേഖനത്തിലേക്ക് വീണ്ടും കടന്നു വരാം. അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാവുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, യജമാനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നാകാൻ പോകുന്നവർക്കാണ് സ്നാനം. അതിനകത്ത് യാതൊരു ഡിസ്ക്രിമിനേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ, നിന്റെ വിദ്യാഭ്യാസം, നീ എത്ര കൊല്ലം സെമിനാരിൽ പഠിച്ചെന്നോ, അല്ലെങ്കിൽ നീ എത്ര കൊല്ലം നീ സുവിശേഷ വേല അഭ്യസിച്ചെന്നോ, എത്ര വരെ നീ എത്രത്തോളം നിനക്ക് ബുദ്ധി ഉണ്ടെന്നോ ഒന്നും അതിനകത്ത് മാനദണ്ഡമല്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ഒന്നായി തീർന്നവർക്കാണ് സ്നാനം കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 9-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ അനനിയാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ആമേൻ. ശൗലേ, സഹോദരാ, നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മ പൂർണ്ണാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ മാറിപ്പോയി. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ ചില ജീവിതങ്ങളുടെ ചില ശരീരങ്ങളുടെ മേൽ അനുഭവിക്കുന്ന ദൈവകൃപ, ദൈവീയ അഭിഷേകം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ ചിതമ്പൽ മാറിപ്പോകും. കാഴ്ച അടച്ചു വെച്ചിട്ടുള്ള നാളുകളായി കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പാരമ്പര്യമായി ദുഷ്ടനായവൻ അടച്ചു കളഞ്ഞത് ഇന്ന് പകൽക്കാലം ദൈവം തുറക്കുകയാ കേട്ടോ. അപ്പൊ ഉൾക്കാഴ്ച ലഭിച്ചവർ വേണം സ്നാനപ്പെടുവാൻ. ഉൾക്കാഴ്ച ലഭിച്ചവർ. ശിശുവിന് ഉൾക്കാഴ്ച ഉണ്ടേ മുക്കണം. ഹല്ലേലൂയ. ഒരു മന്ദബുദ്ധിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്നാനം അവൻ ആവശ്യമില്ല. അവനല്ലാതെ തന്നെ സ്വർഗരാജ്യത്തിൽ കടന്നു പോകും. കാരണം അവൻ ഉൾക്കാഴ്ചക്കായിട്ടുള്ള ആ ഉൾക്കാഴ്ച പ്രാപിക്കുവാൻ അവന് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുവാൻ കഴിയുന്ന, യേശുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ച, യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ ധരിച്ച ഒരു വ്യക്തി വേണം സ്നാനപ്പെടുകയെന്ന് വചനം വളരെ വ്യക്തമായി ആമീൻ പറയുകയാണ്. ഉൾക്കാഴ്ച ലഭിച്ചതായ ശൗല് ഇനിയും താമസിക്കരുത്. ആമീൻ. വചന ഇപ്രകാരം പറഞ്ഞു വായിച്ചോട്ടെ. ഇനിയും താമസിക്കുന്നത്